നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഹൈക്കോടതിയിൽ ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കുമെന്നാണ് വിവരം. കേസിൽ കഴിഞ്ഞ ജനുവരി 20-ന് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ച് ഉത്തരവിട്ടിരുന്നു. ഈ വിധിക്കെതിരെയാണ് ഗ്രീഷ്മ അപ്പീൽ നൽകിയത്. പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് JP ഭവനിൽ ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14-ന് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജേന കുടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് കേസ്. 2022 ഒക്ടോബർ 14-ന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ 25-നാണ് മരിച്ചത്. കേസിൽ മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചിരുന്നു. തെളിവിന്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. 2011-ലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത്. ഇരുവരും വീട്ടിലും പള്ളിയിലും താലി കെട്ടി. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി. മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്നായിരുന്നു കൊലപാതകം. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു. ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത്. ഫോറൻസിക് ഡോക്ടർമാർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. 2023 ജനുവരി 25-നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ കഴിഞ്ഞ മാസം 3-നായിരുന്നു അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് ലഭിക്കും. പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം. അപ്പീൽ ഫയൽ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും എടുക്കും ഹൈക്കോടതി പരിഗണിക്കാൻ. പരിഗണിച്ച ശേഷം ഹൈക്കോടതി പ്രധാനമായും 4 പഠന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടും. 1. പ്രതിയുടെ കുടുംബ സാമൂഹ്യ സാഹചര്യം, വധശിക്ഷ നടപ്പാക്കിയാൽ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം, ഇവയെല്ലാം വിശദമായി പഠിച്ച് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് നൽകണം. 2. കുറ്റവാളിയുടെ ജയിലിലെ സ്വഭാവം, പശ്ചാത്തലത്തിലും തിരുത്തലിനുമുള്ള സാഹചര്യമുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച് ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകണം. 3. കുറ്റവാളിയെ നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ സംഘം ആരോഗ്യ മാനസിക നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം. 4. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രോജക്ട് 39 എന്ന ഏജൻസിയോടും റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ടുകളും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് ഉറപ്പിക്കാമോ എന്നുള്ള നിയമവശവും പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി വധശിക്ഷ ശരിവയ്ക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചതുകൊണ്ടും നടപടി അവസാനിക്കില്ല. കുറ്റവാളിക്ക് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി തീരുമാനമെതിരായാൽ ഗവർണർക്കും ഗവർണർ കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കും ദയാഹർജി നൽകാം. രാഷ്ട്രപതിയും ദയാഹർജിയും തള്ളിയിൽ അതിനെതിരെ തിരുത്തൽ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അവിടെ വധശിക്ഷ ശരിവച്ചാൽ മാത്രമേ വധശിക്ഷയ്ക്ക് അന്തിമ അംഗീകാരമാകൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.